ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപുന്നയിലെ ഒരു മീൻലേല മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവിടുത്തെ മീൻലേല കാഴ്ചകളും പ്രകൃതി ഭംഗിയുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി നടത്തുന്ന ഒരു ചായക്കടയുണ്ട്. എല്ലാവരും ഇരുന്ന് ചായ കുടിക്കണ കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ചായ കുടിക്കണമെന്ന്. അങ്ങനെ ഞാനും പോയി. ലേലം നടക്കാനായിട്ട് ഒരുപാട് സമയമുണ്ടായിരുന്നു. ഞാൻ നേരത്തെയാണ് എത്തിയത്. ലേലഹാളിലേക്ക് എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ചില മീനിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല, എന്നാൽ എനിക്കറിയാവുന്ന മീനിൻ്റെ പേരുകളൊക്കെ പറയാം. നല്ല പള്ളത്തിയുണ്ട്, പിന്നെ നല്ല പെടക്കണ കരിമീൻ, പിന്നെ അതുപോലെ തന്നെ ചെമ്മീനുണ്ട്. നല്ല കരിമീൻ്റെ നല്ല ജീവനോടെയുണ്ട്. പിന്നെ കണമ്പുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല പല ടൈപ്പ് മീനുകളുണ്ട്. കുറേയൊന്നും എനിക്ക് പേര് പോലും അറിയില്ല. ഇതിൻ്റെ ഒന്നും എനിക്ക് എന്താ പേരെന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ലക്ഷ്യം വെച്ചേക്കണ ആ കടക്കറുപ്പിനെയും അതിനെ ഞാൻ മേടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. പിന്നെ ആൾക്കാർ കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി തിലാപ്പിയ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സായിപ്പൻ തിലാപ്പിയ. ഇതെന്താ ഇങ്ങനെ? ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മീൻലേല നടക്കാൻ വൈകുന്നത് കൊണ്ട് മീൻ കൊടുക്കാൻ വന്ന ചേച്ചിയുമായിട്ട് കുറച്ച് നേരം ഒരു കുശലാന്വേഷണം. കുശലാന്വേഷണം കഴിഞ്ഞപ്പോഴേക്കും ലേലം വിളിക്കാനുള്ള ആൾക്കാരെത്തി. ആവേശകരമായ ലേലം വിളി തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ലേലക്കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. 110 മേടിച്ചു. ആയിരത്തി ഇരുന്നൂറ് രണ്ടുപേര് 1220 ജോഷി. ഞാനും ലേലക്കാരന്റെ അടുത്തെത്തി. കടക്കറുപ്പാണ് എന്റെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. കടക്കറുപ്പിന്റെ ലേലം വിളിയാണ് ഇനി നടക്കുന്നത്. 120 കടക്കറുപ്പ് നമ്മുടെ കടക്കറുപ്പ് വിളിക്കുന്നത് 600 കടക്കറുപ്പ് 600 500 510 രണ്ടുപേര് 550 560 മേടിച്ചു. വേറെ കരിമീൻ. അങ്ങനെ ലേലം വിളിച്ചു വാങ്ങിയ കടക്കറുപ്പുമായി ഞാൻ നേരെ വീട്ടിലേക്ക്. ആ പോക്ക് ഒരു അന്തസ്സോടെ ഇരിക്കട്ടെ, കുറച്ച് സ്ലോ മോഷൻ. പിന്നെ ഒരു കാര്യം ആരും മറക്കണ്ട, അടുത്ത വീഡിയോ ഇതിനെ പാചകം ചെയ്യുന്ന വീഡിയോയാണ്. ആ വീഡിയോ ആരും കാണാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇനിയും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു.